ഹലോ ഗായ്സ്, ഇന്ന് നമുക്കൊരു പൊതിച്ചോറ് കഴിച്ചാലോ? ഹോസ്റ്റലിൽ വന്നിട്ട് ഞാൻ ഇന്നേ വരെ പൊതിച്ചോറ് കഴിച്ചിട്ടില്ല. കാരണം കടയിൽ നിന്ന് മേടിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല. അതിനകത്ത് പ്രത്യേകിച്ച് എന്താ അത് ഇതൊക്കെ വെച്ച് ചുമ്മാ ഒരു പൊതിച്ചോറ് അങ്ങ് കെട്ടിത്തരും. വലിയ ടേസ്റ്റും ഇല്ല, ഒന്നുമില്ല. എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തൊരു സാധനം കേട്ടോ കടയിൽ നിന്ന് പൊതിച്ചോറ് മേടിച്ച് കഴിക്കുക. നമ്മുടെ വീട്ടിൽ നിന്ന് പൊതിച്ചോറ് ഉണ്ടാക്കി കഴിക്കുന്നതാണ് എനിക്ക് ഏറ്റവും കംഫർട്ട്. അതിനെന്തോ ടേസ്റ്റാണ്, അതിനൊരു പ്രത്യേക ഫീൽ തന്നെ അല്ലേ? ഞാനും എൻ്റെ ചേച്ചിയും ഭയങ്കര ഒരു പൊതിച്ചോറ് ലവറാട്ടോ. പൊതിച്ചോറൊക്കെ എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കും. നമ്മളിങ്ങനെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തേക്ക് എല്ലാ സാധനവും രാവിലെ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കും. എന്നിട്ട് ഒരു വാഴയിലയൊക്കെ വെട്ടി അത് നല്ല തീയിൽ വാട്ടിയെടുത്ത് ഇച്ചിരി എണ്ണയും ഉപ്പും ഒക്കെ ഒഴിച്ച് നല്ലപോലെ അങ്ങ് വാട്ടിയെടുക്കും. എന്നിട്ട് ചൂട് ചോറും ഇച്ചിരി തോരനും ചമ്മന്തിയും അച്ചാറും മുട്ട വറുത്തതും മീൻ വറുത്തതും ഒക്കെ ആയിട്ട് നമ്മൾ ചെറിയൊരു പൊതിച്ചോറ് അങ്ങ് കെട്ടി വെക്കും. അത് ഉച്ചയ്ക്ക് നിവർത്തുമ്പോൾ ഒരു മണമുണ്ട്, എൻ്റെ ദൈവമേ, എന്തോ ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പം ഞാൻ ഹോസ്റ്റലിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്തു ചേച്ചീനെ. ഞാൻ നല്ല മിസ്സ് ചെയ്യുന്നുണ്ട്. കാരണം അവളാട്ടോ എനിക്കിതെല്ലാം പ്രിപ്പയർ ചെയ്ത് തരുന്നത്. എൻ്റെ ചേച്ചി നല്ലപോലെ കുക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അവളിങ്ങനെ എല്ലാം ആഗ്രഹം പറയുമ്പോൾ അവളതങ്ങ് ചെയ്ത് തരും. ഞാനാണ് മടിച്ചി. അവളെന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് ചെയ്ത് കൊടുക്കാനും മടിയാണ്. പക്ഷേ ഞാൻ പറയുന്നതെല്ലാം എനിക്ക് എന്താണെങ്കിലും അവൾക്ക് ഉണ്ടാക്കി തരാൻ അവൾക്ക് ഭയങ്കര സന്തോഷമാട്ടോ. അപ്പോൾ എൻ്റെ കോളേജിലെ ചേച്ചിയോട് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ചേച്ചിയുടെ അമ്മേനെയും കൊണ്ട് എനിക്ക് പൊതിച്ചോറ് ഉണ്ടാക്കി കൊണ്ട് തന്നു. എൻ്റെ ദൈവമേ, എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം കുറേ നാളായി ഗൈസ് നല്ല ഫുഡ് കഴിച്ചിട്ട്. എനിക്ക് ഹോസ്റ്റലിലെ ഫുഡ് ഞാൻ കഴിക്കും, പക്ഷേ എനിക്ക് ഓക്കെ അല്ല. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പോലെ നമുക്കാകും ഹോസ്റ്റലിലൊക്കെ വന്നു വെച്ചാൽ എല്ലാവർക്കും ഉണ്ടാക്കുന്ന ഫുഡാണ്. അപ്പോൾ അതനുസരിച്ച് അതിൻ്റേതായ കുറ്റവും കുറവും ഒക്കെ കാണും. അപ്പം എൻ്റെ ഇങ്ങനൊരു ചെറിയൊരു സങ്കടം പറഞ്ഞപ്പോൾ ആ അമ്മയും ചേച്ചിയും കൂടെ എനിക്കതങ്ങ് സാധിച്ചു തന്നു. എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ, ഒരുപാട് സന്തോഷം. പിന്നെ ഇതിനകത്തൊരു സ്പെഷ്യൽ കറി ഉണ്ടായിരുന്നു ഗൈസ്. നത്തോലി പീര പറ്റിച്ചത്, ഈ മുരിങ്ങക്കോലും തക്കാളിയൊക്കെ ഇട്ട്. നമ്മുടെ അവിടങ്ങളിൽ അങ്ങനെയൊന്നും ചെയ്യാറില്ല, നമ്മൾ തക്കാളി യൂസ് ചെയ്യും. പക്ഷേ ഈ മുരിങ്ങക്കോലിൻ്റെ പരിപാടി എനിക്കറിയത്തില്ലായിരുന്നു. അതൊരു സ്പെഷ്യൽ കറിയായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഗൈസ്, ഒരുപാട്. അപ്പോൾ താങ്ക് യു അമ്മ, താങ്ക് യു ചേച്ചി, ഒരുപാട് സന്തോഷം. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ബൈ ഗൈസ്, സ്റ്റേ ട്യൂൺ, ബൈ.